أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. വ്രതകാലത്തെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരെ പ്രാപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു. നിങ്ങൾ രഹസ്യമായി സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ നിങ്ങളുടെ കുറ്റം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഭാര്യമാരോടൊപ്പം രാപ്പാർത്ത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സുഖം തേടിക്കൊള്ളുക. അപ്രകാരം തന്നെ രാവിന്റെ കരിവരകളിൽ നിന്ന് പ്രഭാതത്തിന്റെ വെള്ളവരകൾ തെളിഞ്ഞു കാണുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പിന്നെ അതെല്ലാം വർജിച്ച് രാവ് വരെ വ്രതം പാലിക്കുക. നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ ഭാര്യ സംസർഗമരുത്. ഇവ അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. നിങ്ങൾ അവയോട് അടുത്തു പോകാതിരിക്കുക. ഇவ்விധം അള്ളാഹു അവന്റെ വിധി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു, അവർ തെറ്റായ കർമ്മമാർഗങ്ങളിൽ നിന്ന് മുക്തരാകേണ്ടതിന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നമ്മുടെ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു നമ്മുടെ ഉദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഭയാനകമായ പരലോകത്ത് ഒരുപാട് കടമ്പകൾ കടന്നു പോകാനുള്ള വിശ്വാസികളാണ് നമ്മൾ. അവർ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സിറാത്ത് പാലം, തുലാസുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കടമ്പകളിലെല്ലാം അള്ളാഹു നമുക്ക് വിജയം നൽകി അതെല്ലാം വളരെ എളുപ്പത്തോടുകൂടി കടന്നു പോകാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മൾ സൂറത്ത് ബക്കറയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സില് പ്രത്യേകമായിട്ടൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ കുറിക്കുന്ന ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് അത് ഈ ഒരു ആയത്ത് വലിയൊരു ആയത്താണ്. അതിനെ രണ്ടായി വിഭജിക്കുകയാണ്. അതായത് ഒരു പാർട്ട് അടുത്ത ക്ലാസ്സിലേക്കും ഒരു പാർട്ട് ഇന്നത്തെ ക്ലാസ്സിലും പറയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഈ ഒരു ആയത്തിൽ അള്ളാഹു ലിബാസുല്ലക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് പിന്നെ ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന എന്നുള്ള പ്രയോഗമുണ്ട്. അതായത് ഈ പുരുഷന്മാരോട് പറയണ അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു എന്ന് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഈ ആയത്തിൽ ഒരു വചനമുണ്ട്, ഒരു സെന്റൻസ്. അപ്പൊ ആ സെന്റൻസ് ഈ ഖുറാനിന്റെ ഈ ഒരു പ്രയോഗം എത്രമാത്രം ഡീപ്പ് അർത്ഥമുള്ള കാര്യമാണെന്നുള്ള ഒരുപാട് പറയാനുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പിന്നെ പ്രാർത്ഥന, നോമ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു ആയത്തായിരുന്നു. പ്രാർത്ഥന ചെയ്യുമ്പോൾ അള്ളാഹ് ചെറിയൊരു ആയത്തിലൂടെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ് മുഴുവൻ ആ ചെറിയ ആയത്താണ് പറയേണ്ടി വന്നത്. അതായത് ദുആ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ. അള്ളാഹിന്റെ അടുത്ത് ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദാഇ ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നല്ല ഭക്തിയുള്ള വിശ്വാസിയാണെങ്കിലും അള്ളാഹ് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ, മനസ്സറിയുന്നവനായ റബ്ബ് ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയുമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതെ അള്ളാഹിനോട് പ്രത്യേകം എടുത്തു പറഞ്ഞ് ചോദിക്കാത്ത ആളുകൾക്കും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പാഠവും നമ്മൾ പഠിച്ചു.
അതുപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കണ്ടീഷൻസ്, അങ്ങനെ 3-4 കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ആ ആയത്ത് അവസാനിപ്പിച്ചത് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ അവസാനം എന്താ പറഞ്ഞത്? ഫല്യുമിനു ഫല്യസ്തജീബു ലീ വല്യുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകൂ. അതായത് ആദ്യം പറഞ്ഞു അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഫൈനി ഖരീബ് ഉജീബ്. എല്ലാ പ്രാർത്ഥന, ദായിയുടെയും പ്രാർത്ഥന അവൻ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലിസ്തജീബു ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകണം. അതായത് ഞാൻ നിങ്ങളോട് ഈ ലോകത്ത് ജീവിതം തന്നപ്പോ നിങ്ങൾക്ക് കുറെ നിയമനിർദ്ദേശങ്ങൾ തന്നു. അത് നിങ്ങൾ പാലിക്കണം. അതിന് നിങ്ങൾ ഉത്തരം നൽകണം. ഞാൻ പറഞ്ഞ പോലെ, ചോദിക്കുന്ന പോലെ, പറയുന്ന പോലെ അനുസരിച്ചുകൊണ്ട് അതിന് ഉത്തരം നൽകണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ട് ഫയുമിനൂബി, വിശ്വസിക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങളും നന്മാർഗത്തിലാവും. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും അതിന്റെ ഒരു പ്രതിഫലനം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ അതില് പിന്നെയും നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആയത്തില് അവരോട് പറയുന്നതല്ല, ഉഹില്ലലക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ലൈലത്ത സിയാമി നോമ്പിന്റെ രാവിൽ, റഫത്ത് സംസർഗം, നോമ്പിന്റെ രാവിലെ, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിനാണ് റഫത്ത് എന്ന് പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് അന്നത്തെ കാലഘട്ടത്തില് പിന്നെ ഈ യഹൂദികളുടെ ഇടയിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു. യഹൂദികൾ എന്താന്ന് വെച്ചാൽ ജൂതന്മാര് അവര് നോമ്പെടുക്കുന്ന സമയത്ത് പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം രാത്രി പോലും അതുണ്ടായിരുന്നു. അത് നിഷിദ്ധമാണ് എന്ന് അവർ ഗണിച്ചുകൊണ്ടാണ് അവരുടെ നോമ്പിന്റെ ഒരു രീതി ഉണ്ടായിരുന്നത് യഹൂദന്മാരുടെ. അപ്പോ പിന്നെ മാത്രമല്ല, അവര് വൈകുന്നേരം സന്ധ്യക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നോമ്പ് ആരംഭിക്കുകയും ചെയ്യും. അതാണ് അവരുടെ രീതി. അപ്പൊ അവരുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായ വിശ്വാസികൾക്കും അവരുടെ ആചാരപ്രകാരം തന്നെ ഈ നോമ്പിനെ അവർ കണ്ടിരുന്നത്. അപ്പൊ അതായത് ഭാര്യ സംസർഗം പാടില്ല എന്നുള്ള തരത്തിലുള്ള ഇതും, അതുപോലെ തന്നെ ചില ആൾക്കാര് നോമ്പ് എടുത്തു കഴിഞ്ഞ് ഇശാക്ക് ശേഷം പിന്നെ അടുത്ത നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഇവരുടെ ഇടയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടായി. അതിപ്പോ നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മൾ മറ്റു മതസ്ഥരുടെ ഇടയിൽ തന്നെ നടുവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് നമ്മുടെ കർമ്മത്തിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അവര് ചെയ്യുന്ന അവരുടെ മതാചാരങ്ങൾ പലതും നമ്മളുടെ ആചാരങ്ങളിൽ വന്നിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് കല്യാണങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മറ്റു മതസ്ഥരുടെ കാര്യങ്ങൾ കൂടിക്കലർന്നിട്ട് നമുക്ക് ഇസ്ലാം ഏത്, ഇസ്ലാമിന് അന്യമേത് എന്ന് മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് ഇവർക്കിടയിലും അതുപോലെ തന്നെ വളരെ സ്വാഭാവികമാണ്. അത് നമ്മൾ ഇടകലർന്ന് ജീവിക്കുമ്പോൾ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോവാന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്തുള്ള കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് അത്തരത്തിൽ ജീവിക്കുന്ന, അത്തരത്തിൽ ശുദ്ധമായ അള്ളാഹിന്റെ നിയമങ്ങൾ മാത്രം വേർതിരിച്ച് അതായത് അള്ളാഹ് വിലക്കിയത് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് പൊരുത്തം ഉണ്ടാവുള്ളൂ, റബ്ബിന്റെ തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മറ്റു മതസ്ഥർക്ക് അത് വിഷയം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്കത് നല്ലോണം സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതോ അല്ലയോ എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ ആയത്ത് പറഞ്ഞത് ഉഹില്ലലക്കും നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു, ലൈലത്ത സിയാമി നോമ്പിന്റെ രാവിലെ എന്ത് ഹലാലാക്കുന്നു? റഫത്ത് ഭാര്യാഭർത്തൃ ബന്ധം ഹലാലാക്കിയിരിക്കുന്നു, ഇലാ നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിലേക്കുള്ളത്. അപ്പൊ അവിടെ അള്ളാഹ് ഒരു കറക്റ്റ് ചെയ്യാണ്. എന്താണ്? നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ഇപ്പൊ ഈ സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാല്, രാത്രി കാലങ്ങളില് ഭാര്യയുമായിട്ട് ആരും അറിയാതെ പേടിച്ചുകൊണ്ട്, തെറ്റാണെന്ന് അവരുടെ മനസ്സിൽ എന്താണ്, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അവര് ഒളിഞ്ഞും പാത്തിയും വീടിന്റെ ബാക്കിലൂടെ ഒക്കെ വന്നിട്ടും ഭാര്യയുടെ റൂമിലേക്ക് പോയിട്ടൊക്കെ ഈ ഭാര്യാഭർത്തൃ ബന്ധം അവർ സാധിക്കലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്? ഉള്ളിൽ കുത്തലുണ്ട്, റബ്ബേ തെറ്റാണ് ചെയ്യണത്, എന്നാലും അവർ ചെയ്യലുണ്ടായിരുന്നു ചില ആളുകളെങ്കിലും. അപ്പൊ അള്ളാഹ് അവിടെ പറയാണ്, നിങ്ങൾ അങ്ങനെ ഇതാക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഇത് ഹലാലാണ്. സ്വന്തത്തിന് ആത്മവഞ്ചന ചെയ്യണ്ട. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുത്തലും നമുക്കറിയാലോ. ഉള്ളിലുള്ള ഒരു ആത്മാവിനൊരു വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ വിഷമിച്ച് ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് ഹലാലാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. ഇത് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഇസ്ലാം പ്രയോഗിച്ചൊരു ഒരു വാക്ക് നോക്കൂ. അവർ നിങ്ങൾക്ക്, ഹുന്ന അവർ, സ്ത്രീകളെ പറയണാണ് ഹുന്ന, അവർ ലിബാസ് എന്ന് പറഞ്ഞ വസ്ത്രം, ലക്കും നിങ്ങൾക്ക്, വ അൻതും നിങ്ങൾ എന്താണ്, ലിബാസുമാണ്, വസ്ത്രമാണ്, ലഹുന്ന അവർക്കും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കേരളത്തിലൊക്കെ പറയുന്ന ഭർത്താവ് ഭാര്യ എന്നുള്ള തരത്തിലുള്ള
ഒരു ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ അനുസരിക്കപ്പെടേണ്ടവളും എന്നുള്ള തരത്തിലുള്ള ഒരു രണ്ട് രീതി ഉണ്ടല്ലോ. ഭർത്താവിന് എന്തും ആവാം, എന്തും അധികാരത്തിലൂടെ പറയാം, ഭാര്യ എന്ത് പറഞ്ഞാലും അവള് മനസാ വാച കർമ്മണ എടുക്കണം എന്നുള്ള ആ ഒരു അത് മറ്റ് സംസ്കാരത്തിൽ നിന്ന് വന്നതാണെന്നാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഇണകളാണ്. ഇവിടെ തന്നെ പറഞ്ഞു നോക്കുക, അവർ നിങ്ങൾക്കും വസ്ത്രാണ്, നിങ്ങൾ അവർക്കും വസ്ത്രാണ്. രണ്ടു പേർ, ജൗജ്, ഇണ, അസ്വാജ്, ഇണകൾ എന്നുള്ള വാക്കാണ് ഖുറാനിൽ ഈ ഇണകള് ഈ ഭാര്യാഭർത്തൃന് ഉപയോഗിച്ചത്. അല്ലാതെ ഭരിക്കുന്നവളും അനുസരിക്കപ്പെടേണ്ടവളും എന്നുള്ള രീതിയിലല്ല. അവിടെ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉള്ള ബാധ്യതകളും തന്നിട്ടുണ്ട്, അവകാശങ്ങളും തന്നിട്ടുണ്ട്. ഭർത്താവിന് കുറേ ബാധ്യത ഭാര്യയോടുണ്ട്, ഭാര്യക്ക് ഭർത്താവിനോടും ഉണ്ട്. അതുപോലെ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. അതിനെ പോയിട്ട് നമ്മൾ ആരും ഭാര്യ അടിച്ചമർത്തപ്പെടേണ്ടവളൊന്നും ഭർത്താവ് ഭരിക്കപ്പെടുന്നു നിർവചിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇസ്ലാം എല്ലാത്തിനെയും വളരെ കൃത്യമായിട്ട് നല്ല എന്താ പറയാ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് ഖുർആൻ ഇതിന് വസ്ത്രം, അപ്പൊ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഊന്നാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. ലിബാസ് എന്ന വാക്കാണ്. ഇതില് ഒന്ന് രണ്ട് കാര്യം. വസ്ത്രം, നമ്മൾ ആദ്യം ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് വസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് വസ്ത്രം, വസ്ത്രത്തിന്റെ ഉദ്ദേശം എന്താണ്, വസ്ത്രം കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് വസ്ത്രം എന്ന വാക്ക് നമുക്കത് എത്രമാത്രം ആപ്റ്റ് ആണെന്ന് മനസ്സിലാവുക അല്ല പ്രയോഗിച്ചത്. അപ്പൊ വസ്ത്രത്തിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? മനുഷ്യന്റെ നഗ്നത മറക്കുന്നു, അല്ലെ? ശരീരത്തിന്റെ നഗ്നത മറക്കുന്നത് പോലെ ഒരു വസ്ത്രത്തിന്റെ ഒരു ധർമ്മമാണ്, ഒരു പിന്നെ ഫംഗ്ഷൻ ആണ് എന്ത്, ശരീരത്തിന്റെ നഗ്നത മറയ്ക്കുക എന്നുള്ളത്. അപ്പോ അത്തരത്തില് ഭാര്യയും ഭർത്താവും നോക്കുമ്പോ അവര് പങ്കാളികൾ പരസ്പരം ന്യൂനതകൾ മറച്ചു വെക്കണം എന്നുള്ളത് അതിന്നൊരു പോയിന്റ് ആണ്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അധികം ഖുർആനിൽ അല്ലാഹ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ സൈക്കോളജികൾ എടുത്തെടുത്തെടുത്തെടുത്ത് പറഞ്ഞ് അത് അവരുടേതായ രീതിയിൽ മാറ്റുന്നത്. അപ്പൊ ഈ വസ്ത്രം എന്നുള്ളത് ന്യൂനതകൾ മറച്ചു വെക്കുക, എന്നിട്ട് സമൂഹത്തിൽ നിന്ന് പരസ്പരം സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ അള്ളാഹ് പറയുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാറ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാല് ഭാര്യ ഭർത്താവിന്റെ ഇപ്പൊ ശരീരത്തില് വസ്ത്രം ഇടുമ്പോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നഗ്നതക്ക് പുറമെ ഒരുപാട് മറ്റുള്ളവർ കാണുമ്പോൾ ലജ്ജിക്കുന്ന മാർക്കുകള്, മുഴകള്, ചില ശരീരത്തിന്റെ ആകൃതി, അതിന്റെ പിന്നെന്താ പറയാ തടി അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപമൊന്നും മറ്റുള്ളവർ കാണുന്ന നമുക്ക് വല്ലാത്ത ലജ്ജയാണല്ലേ. അപ്പൊ ആ അതിനൊക്കെ മറച്ചു വെച്ച്, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അടിപൊളി ഡ്രസ്സ്, ഇപ്പൊ ചുരിദാറോ എന്തോ ആയിക്കോട്ടെ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ്, ആ ഒരു കോലം കെട്ട അല്ലെങ്കിൽ എന്താ പറയാ മനുഷ്യർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരു ശരീരത്തിനെ ഏറ്റവും ഭംഗിയായി മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റില്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വസ്ത്രത്തിന്റെ ഫംഗ്ഷൻ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇണയുടെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ വസ്ത്രം ഇടുന്നതോടുകൂടി ആ ഒരു ശരീരം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ആ വസ്ത്രമാണ് അതിന് കാരണക്കാരനായത്. അതുപോലെയാണ് ഭാര്യ ഭർത്താവ് ഭാര്യയുടെ ഒരുപാട് ന്യൂനതകൾ ഭർത്താവിന് അറിയാം. കാരണം വസ്ത്രം പോലെ മനുഷ്യശരീരത്തിൽ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന സാധനം ഏതാ? മനുഷ്യന്റെ വസ്ത്രമാണ്. വസ്ത്രം ആണ് മനുഷ്യന്റെ വേർപ്പ്, പിന്നെ വേർപ്പ് നാറ്റം പോലും വസ്ത്രത്തിന് അറിയുന്നല്ലേ. മനുഷ്യന്റെ മണം, മനുഷ്യന്റെ ഏറ്റവും ഒട്ടി നിൽക്കുന്ന സ്കിന്നിൽ ഒട്ടി നിൽക്കുന്നതാണ് വസ്ത്രം. മനുഷ്യന്റെ ആ ശരീരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും, ആ ശരീരത്തിൽ വന്ന ഓരോ സ്രവങ്ങളും എല്ലാം ഫീൽ ചെയ്യുന്നത് ആർക്കാണ്? വസ്ത്രത്തിനാണ്. അപ്പൊ ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ഇണയെ ആലോചിക്കണം. അപ്പൊ അത്തരത്തിലാണ് ഈ ഖുർആൻ ഇണയെ പ്രയോഗിച്ച ഒരു പ്രയോഗം നോക്കുക. അപ്പൊ ഒരു ഇണ എന്ന് പറയുന്നത് ഭാര്യയുടെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുന്ന ആളാണ്. എല്ലാ കുറവ്, ഇവക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ട്, ആരോടും പറയാൻ പറ്റാത്ത ഒരു രോഗം അവൾക്കുണ്ട്, അവൾക്കൊരു ചീത്ത സ്വഭാവം ഉണ്ട്, പുറമറിഞ്ഞാൽ അവള് സമൂഹത്തിൽ തന്നെ നാണം കെടുന്ന തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവം അവൾക്ക് ഉണ്ട് എന്ന് ആർക്കറിയാം? ഇണക്കറിയാം. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് അറിയപ്പെടുന്നത്. ആരാണ് അതിന് കാരണം? ഈ വസ്ത്രം പോലെയുള്ള ആ ഇണയാണ്.
ആ ഇണ കാരണമാണ് അവൾ അത്രയും ഭംഗിയായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മള് നമ്മളെ ഭർത്താവ്, നമ്മളെ ഇണയെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെങ്കിലും നമ്മളെ അവരുടെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ നമുക്ക് അവരുടെ ന്യൂനതകൾ അറിയുന്നത്. മറ്റു ജനങ്ങളെക്കാളും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ അറിയാത്ത പല കാര്യങ്ങളും ഭാര്യ എന്ന നിലയിൽ നമുക്കറിയുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ അയാളുടെ ഇണയായതുകൊണ്ട്. എന്നിട്ട് ഈ ഇണ എന്ന നമ്മുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. പൊതുവെ സ്ത്രീകളുടെ സ്വഭാവം എന്താന്ന് വെച്ചാല് ഭർത്താവിന്റെ ദോഷങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അയാളെ മോശക്കാരനാക്കുന്ന രീതിയിലാണ് ഒരു 75% സ്ത്രീകളുടെയും സ്വഭാവം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കുറവുകൾ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും തന്റെ ഭർത്താവിന് കണ്ടില്ലല്ലോ, കണ്ടില്ലട്ടോ, എന്താ അറിയില്ല. ഓക്കെ, തന്റെ എന്ത് പറയുമ്പോഴും തന്റെ ഭർത്താവിന് അവിടെ മോശമാണോ വരുന്നത്, അദ്ദേഹത്തിന്റെ അഭിമാനം അവിടെ സംരക്ഷിക്കപ്പെടുകയാണോ, അദ്ദേഹത്തിന്റെ ഇമേജ് എന്റെ കൂട്ടുകാരുടെ മുന്നിൽ വലുതാവുകയാണോ, കുറവ് വരികയാണോ, ഇത്രയും കാലം അവരുടെ മനസ്സിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു രൂപവും ഒരു 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 ഇതുണ്ടാവും, ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതിന് കുറവാണോ സംഭവിക്കുന്നത് എന്റെ സംസാരം കൊണ്ട്, അതോ ഒരുപാട് ഉയരാണോ ചെയ്യുന്നത് എന്ന് വരെ നമ്മൾ ആലോചിച്ചു കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കുറവുകൾ പുറത്തേക്ക് പോകുന്നത്. നേരെ തിരിച്ചും, ഞാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചും ഉണ്ട്. ഭാര്യയുടെ മാത്രമല്ല, ഭർത്താവ് അങ്ങനെ. പക്ഷെ പൊതുവെ ഭർത്താക്കന്മാരുടെ പുരുഷന്മാരുടെ ഒരു നേച്ചർ വെച്ചിട്ട് അവര് ഭാര്യയുടെ ഗുണദോഷങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പറയുന്നത് വളരെ കുറവാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൂടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പോലും ഭർത്താവിന് കുറച്ചൊരു ലജ്ജയാണ് എല്ലാം എടുത്ത് പറയാനല്ലേ. പൊതുവെ ഒരു പുരുഷ സ്വഭാവം വെച്ച്, അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടാവാം, ബട്ട് നമ്മളൊരു പൊതുവെ ജനറലൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു നാച്ചറും അവരുടെ ഒരു നാച്ചറും വ്യത്യാസമാണ്. അപ്പൊ അവർക്കിടയിൽ ഞങ്ങൾ പുരുഷന്മാർ കൂടുന്നിടത്തും സ്ത്രീകൾ കൂടുന്നിടത്തും പോയി ഇരുന്ന് നോക്കൂ. സംസാരത്തിൽ എന്താണ് അവർ സംസാരിക്കുന്നത്? ഭർത്താക്കന്മാർ ഒരിക്കലും തന്നെ സ്വന്തം ഇണയെ കുറിച്ച് പറയുന്ന ചർച്ചകൾ വളരെ കുറവാണ്. അവർ രാഷ്ട്രീയപരമായിട്ടും വല്ല പൊളിറ്റിക്സ് ആയിരിക്കും പറയുന്നത്. പക്ഷെ ഭാര്യമാരെന്താ പറയുന്നുണ്ടാവുക? ഇന്ന് എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, അദ്ദേഹം വന്നു, ഇങ്ങനെ വന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് വെച്ചു, അദ്ദേഹം വേർപ്പ് പിടിച്ചു, ദേഷ്യം പിടിച്ചു, ഇതുപോലുള്ള സംസാരമാണ് നമുക്കിടയിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വസ്ത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ ഭർത്താവിന് അള്ളാഹ് തന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, വസ്ത്രം അണിയുന്നു, അദ്ദേഹം കാരണം നമുക്ക് കുട്ടികൾ ഉണ്ടായി, ഇങ്ങനെ ഒരുപാട് നന്ദി ചെയ്യാനുള്ള ഒരുപാടുണ്ട്. അതൊന്നും എല്ലാം മറന്നുകൊണ്ട് നമ്മളുടെ സംസാരങ്ങൾ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഇപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇപ്പൊ നമ്മുടെ സ്വന്തം വീടും ഭർത്താവിന്റെ വീടും ഉണ്ടാവുമല്ലോ. സ്വന്തം വീട്ടിലെ തന്റെ ഭർത്താവിനെ കുറിച്ച് സ്വന്തം കുടുംബക്കാർക്ക് മോശമായ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ അതിന്റെ കാരണക്കാരി ഈ സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീ തന്റെ ഭർത്താവിനെ എങ്ങനെയാണ് സ്വന്തം കുടുംബക്കാർക്കിടയിൽ പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ കുടുംബക്കാരുടെ മനസ്സിൽ അവളുടെ ഭർത്താവിനെ കുറിച്ചൊരു രൂപം ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ വസ്ത്രമാകുന്ന ഇണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് വസ്ത്രത്തിന്റെ ഒരു ഗുണം നോക്കൂ, സാന്ത്വനമാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങളിൽ നിന്ന് വസ്ത്രം സംരക്ഷണം നൽകുന്നത് പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പങ്കാളികൾ പരസ്പരം ആശ്വാസമാകുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ചു, വസ്ത്രത്തിന്റെ മറ്റൊരു ഫംഗ്ഷനാണ് പറയുന്നത്. അതായത് എന്ത് കാലാവസ്ഥ പുറത്താണ്, ഭയങ്കര തണുപ്പാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇനിയിപ്പോ ഭയങ്കര വെയിലാണെങ്കിൽ ആ ഒരു തുണി, നമ്മുടെ ശരീരത്തിന്റെയും ആ ഒരു ക്ലൈമറ്റിന്റെയും ഇടയിലുള്ള ഒരു മറ ആരാണ്? വസ്ത്രമാണ്. ആ വസ്ത്രമാണ് അതിനെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ അങ്ങനെ പറഞ്ഞു? പുറമെ നിന്ന് എന്ത് തന്നെ പ്രയാസം, പല തരത്തിലുള്ള നമ്മളെ മെന്റലി ഒക്കെ ഇതാക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ നമ്മുടെ വസ്ത്രം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ പൊടികളിൽ നിന്നും ചളികളിൽ നിന്നും. എവിടെ നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പൊടിയും ചളിയുടെ ഈ വസ്ത്രത്തിലാണ് ആവുക, നമ്മളെ ശരീരത്തിലാവുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുപോലെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെടുമ്പോ നമ്മുടെ ശരീരത്തിൽ അത് ഏൽക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാവണം? നമ്മളെ ഇണയാവണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണം. എത്ര അർത്ഥവത്തായ വാക്കാണ് ഈ വസ്ത്രം എന്നുള്ള പ്രയോഗം നോക്കിയോ. അതാണ് പങ്കാളികള്
അവർ തമ്മിൽ അത് പറഞ്ഞു തീർത്തുകൊണ്ട് മറ്റുള്ളവരുടെ ആ പ്രയാസങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്ത് തന്റെ ഇണക്കത് വിഷമാവാതെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത, ഇപ്പൊ നമുക്കറിയാം പ്രവാചകന്റെ കാലത്തൊക്കെ സ്വന്തം കുഞ്ഞ് മരിച്ചിട്ട് ആ ഉമ്മ, ഭർത്താവ് യാത്ര പോയ ഭർത്താവ് തിരിച്ചു വരുമ്പോ ആ ഭാര്യ അത് പ്രസന്റ് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് വിഷമമാവാതെ, പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് യാത്ര ക്ഷീണം കഴിഞ്ഞു വരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് താങ്ങാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ സമാധാനായി അദ്ദേഹത്തിന് വേണ്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടാണ് പറഞ്ഞത്, താങ്കളുടെ കുഞ്ഞിനെ റബ്ബ് തന്ന കുഞ്ഞിനെ റബ്ബ് തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത പറയുന്നത്. അപ്പൊ എത്രമാത്രം കെയറിങ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി അടുത്തത് അലങ്കാരം. വസ്ത്രം മനുഷ്യന് സൗന്ദര്യം നൽകുന്നത് പോലെ ദാമ്പത്യം മനുഷ്യജീവിതത്തിന് അലങ്കാരവും സംസ്കാരവും പൂർണ്ണതയും നൽകുന്നു. ഇത് വസ്ത്രം നമുക്ക് എത്രമാത്രം, ഒരു വസ്ത്രം ശരിക്കും നമ്മുടെ കൾച്ചറൽ ഡ്രസ്സ് പറയാറുണ്ട്, കൾച്ചറിനനുസരിച്ച് ഡ്രസ്സ് മാറാറില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഭംഗി കൂട്ടുന്നു. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ എന്ന് പറയുന്ന സമൂഹത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അലങ്കാരാവണം. ഇതെന്റെ ഭാര്യയാണ് എന്ന് പുറമെ ആളുകൾക്കിടയിൽ പറയുമ്പോ അത് അദ്ദേഹത്തിന് ഒരു ഭാര്യ എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന അവൾ എനിക്കൊരു അലങ്കാരം ആയതുകൊണ്ട് അവൾക്ക് അത്രയും അവള് അഭിമാനപൂർവ്വം പറയാറുണ്ട് ചില ആളുകളില്ലേ, ഇതെന്റെ ഭാര്യയാണെന്നുള്ളത്. അത് ഉള്ളിലുള്ള നന്ദിബോധത്തോട് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ ഭാര്യയെ എന്താണ് കാണിക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൗഡ് ആവുന്ന തരത്തിലുള്ള ഒരു അലങ്കാരമാണ് പറയുന്നത്. അങ്ങനെ ഇതുപോലെ അതില് ഒരുപാട് കാര്യങ്ങൾ ഈ വസ്ത്രത്തെ കുറിച്ച് പറയുന്നത്. മനുഷ്യന്റെ വികാര വിചാരങ്ങൾ, വസ്ത്രമില്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു. എന്നാൽ വികാര വിചാരങ്ങളുടെ നഗ്നതകളെയും ന്യൂനതകളെയും മറച്ചു വെക്കാൻ വസ്ത്രങ്ങൾക്കാവില്ല. അതായത് വസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭൗതികമായ സ്ഥാനാണെങ്കിലും ഈ വികാര വിചാരങ്ങളുടെ നഗ്നതകളെയും ന്യൂനതകളും മറച്ചു വെക്കാൻ ആർക്കാണ് സാധിക്കുക? ഇണയാകുന്ന വസ്ത്രത്തിനാണ്. മനസ്സിൽ ഉയരുന്ന ലൈംഗികാസക്തിയെ മൂടാനും ഉചിതമായ രീതിയിൽ തൃപ്തിപ്പെടുത്താനുമുള്ള വസ്ത്രം അവരവരുടെ ഇണകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇണയാകുന്ന വസ്ത്രമാണ് ലൈംഗികാസക്തി പോലെ മനുഷ്യന് ഉയരുന്ന എല്ലാതരം ചിന്തകളെയും അമർത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇണകളാണ്. ദാമ്പത്യ വ്യവസ്ഥയുടെ അഭാവത്തിൽ ലൈംഗിക അരാജകത്വം അനിവാര്യമാകുന്നു. ഇന്ന് വിവാഹം വർജിച്ചവർ പോലും ലൈംഗിക വിഷയത്തിൽ വല്ല നിയന്ത്രണവും പാലിക്കുന്നുണ്ടെങ്കിൽ അത് ദാമ്പത്യ സമ്പ്രദായം മുഖേന സമൂഹത്തിൽ സ്ഥാപിതമായ നിയമങ്ങളുടെ നിയന്ത്രണയിൽ ഫലമായാണ്. അതായത് ഇപ്പൊ സമൂഹത്തില് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഈ വ്യഭിചാരം, ബലാത്സംഗം ചെയ്തു, ഇങ്ങനെ വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ ഇവൻ സ്ത്രീ മറ്റവന്റെ ഭാര്യയുടെ കൂടെ ഈ സ്ത്രീ മറ്റവളുടെ ഭർത്താവിന്റെ കൂടെ ചാടിപ്പോയി, അല്ലെങ്കിൽ കുട്ടികൾ ഇട്ട് പോയി. ഇതൊക്കെ വാർത്തയാകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത്? ഇതൊക്കെ സമൂഹത്തിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ടുള്ള, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു ന്യൂസ് ആയിട്ട്, പടച്ചവനെ എനിക്കിത് വരരുതേ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇങ്ങനെ വരരുതേ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ആയി മാറാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും? ആ സമൂഹത്തില് കുടുംബം എന്നുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചുറ്റുപാട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. എന്താണ് ഇപ്പൊ കേരളീയ കൾച്ചർ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ എന്താണ്? ഒരു ഉപ്പ, ഒരു ഉമ്മ, കുട്ടികൾ അടങ്ങുന്ന ഒരു സുഭദ്രമായ ഒരു സംതൃപ്തിയുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അല്ലെ? ആ സ്വപ്നം. അപ്പൊ എല്ലാവരും മനസ്സിൽ അതിനൊരു മൂല്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് എന്ത്, ഈ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന്, അവളുമായി ബലാത്സംഗം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ന്യൂസ് ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അതൊരു വിഷയമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാ? കുടുംബം എന്നതാണ് ശരി, അതാണ് ധാർമ്മികമായ വഴി എന്നുള്ള ഒരു ചിന്ത എല്ലാവരും മനസ്സിലും ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മള് ഒരു കോമ്പറ്റീഷനിൽ ഒരു സ്ത്രീനോട് ചോദിച്ചു, കേരളീയ കൾച്ചർ, ഇപ്പൊ കേരള ലേഡി ആയിട്ടാണ് അവള് ഫാൻസി ഡ്രസ്സ് ചെയ്ത്. അപ്പൊ അവളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കേരളത്തിന്റെ കൾച്ചറിലെ മൂല്യമുള്ള ഒരു കാര്യം എന്താന്ന്. അപ്പൊ അവള് പറഞ്ഞെന്താ വെച്ചാല് കേരളത്തിന്റെ ആതിഥ്യ മര്യാദ എന്നാണ്. അതുപോലെ ആതിഥ്യ മര്യാദ അല്ലെ, ആര് വീട്ടിലേക്ക് വന്നാലും എന്തെങ്കിലും ഒരു ഇരുത്തിയിട്ട് ഒരു വെള്ളം കൊടുക്കുക എന്നുള്ള ഏതൊരു കുടുംബത്തിലെ ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ സംസ്കാരത്തിന്റെ ഒരു നല്ല വശമാണ്. നേരെ മറിച്ച് ഇപ്പൊ യൂറോപ്പ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങ് പോവാ, എന്നിട്ട് എന്താ ചെയ്യാ, എന്നിട്ട് അപ്ന ഫുഡ് കഴിക്കുന്നു, ഓരോരുത്തർ പൈസ കൊടുക്കുന്നു, അങ്ങനെ ഒരു ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ള ഒരു കൾച്ചർ അവിടെ കുറവാണ്. അപ്പൊ ഈ ആതിഥ്യ മര്യാദ നമുക്ക് എവിടുന്ന് കിട്ടി? കേരളീയ കൾച്ചർ. അതുപോലെ തന്നെയാണ് കുടുംബം എന്നുള്ള കൾച്ചറും കേരളത്തിൽ ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തില്
അതിനെ പോലും തകിടം മറിക്കുന്ന തരത്തിൽ ലിവിങ് ടുഗദറും അതുപോലെയൊക്കെയുള്ള കുടുംബം ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളൊരു മറുവശമാണെങ്കിലും നമ്മളുടെ പണ്ടേയുള്ള നമ്മളുടെ കൾച്ചർ വെച്ചിട്ട് ഏറ്റവും മൂല്യമുള്ള കാര്യമാണ്, മൂല്യവത്തായ ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളത്. അപ്പൊ ഈ സമൂഹത്തില് കല്യാണം കഴിക്കാത്ത ആളുകൾ പോലും അവരുടെ കുടുംബത്തിൽ ഇപ്പൊ അവര് പോലും പിന്നെ എന്താ പറയാ, ഈ വേണ്ടാത്ത ബന്ധങ്ങള് ഇപ്പൊ നമുക്കറിയാം, കല്യാണം കഴിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ തോന്നിയ പോലെ എല്ലാവരുടെ അടുത്തും പോയിട്ട് അയാളുടെ വികാരങ്ങൾ അമർത്തുന്നില്ല. എന്തുകൊണ്ടാ? പേടിയാണ്. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബമാകുന്ന ആ ഒരു പിന്നെ ധാർമ്മികതയെ ഞാൻ ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു ഉള്ളിലൊരു പേടി, അല്ലെങ്കിൽ ഒരു ലജ്ജാബോധം അതിനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ പറയുന്ന വെച്ചാൽ ആ ഒരു ദാമ്പത്യ ബന്ധമാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മികതയുടെ ഒരു അടിത്തറ പോലും ദാമ്പത്യ ബന്ധമാണെന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതില് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പുരുഷന്മാര് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു സമൂഹത്തില് ഇപ്പൊ ഒരു രാഷ്ട്രങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒരു രാഷ്ട്രം, ഒരു കുടുംബം കുറെ കുടുംബങ്ങൾ ചേരുമ്പോ എന്താകുന്നത്, ഒരു സമൂഹം, കുറെ സമൂഹങ്ങൾ ചേരുമ്പോൾ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റിലെ കുറെ സ്റ്റേറ്റുകൾ ചേരുമ്പോൾ ഒരു വലിയ രാഷ്ട്രമാകുന്നു. പക്ഷെ ഈ വലിയ ഒരു രാജ്യത്തിന്റെ പോലും ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അള്ളാഹു നിക്ഷേപിച്ച ദൃഷ്ടാന്തമെന്ന് അള്ളാഹു നിർവചിച്ച ആ ഒരു ഭാര്യ ദാമ്പത്യ ബന്ധമാണ് ഈ വലിയ രാഷ്ട്രത്തിന്റെ പോലും ധാർമ്മികതക്ക് അടിത്തറയാകുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പുരുഷന്, ഇപ്പൊ നമ്മുടെ മക്കൾ തന്നെ കല്യാണം ഒരു 20-22 വയസ്സായി കഴിഞ്ഞാല് അവർക്ക് സ്വാഭാവികമായിട്ടും അള്ളാഹു നിക്ഷേപിച്ച ഒരു വികാരം വരികയാണ്, അല്ലെ? ടീനേജ് ആ 15 കഴിയുന്നതോടുകൂടി അവർക്ക് ആ ഒരു വികാരം വരികയാണ്. എന്ത് വികാരാണത്? മറ്റു ഓപ്പോസിറ്റിനെയോടുള്ള അട്രാക്ഷൻ എന്നുള്ള ഒരു വികാരം, അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒന്നിക്കാനുള്ള ഒരു ടെൻഡൻസി അള്ള ഇട്ടുകൊടുത്തതാണ് അവർക്കിടയിൽ. ആ ഒന്നിക്കാനുള്ള ടെൻഡൻസി വന്ന് അവൻ ഒരു ഇണയെ കണ്ടെത്തുന്നു, അവൾക്കും ഒരു ഇണ വേണം. അങ്ങനെ അവർ കണ്ടെത്തി, അവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവര് ഒരുമിച്ച് ജീവിക്കാൻ അതിനുള്ള പ്ലാനിങ് നടക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമായിട്ട് എന്താ വരിക? അവർക്ക് പൈസ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വികാരാണ് അതിന്റെ ബേസ് കേട്ടോ. ഈ അട്രാക്ഷൻ, അള്ള ഇട്ട് കൊടുത്ത അട്രാക്ഷൻ ആണ് അതിന്റെയൊക്കെ ബേസ്. അപ്പൊ അവർക്ക് ജീവിക്കാൻ എന്ത് വേണം? പൈസ വേണം. ഒരു വീട് വേണം. വീട് വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. പൈസ വേണമെങ്കിൽ എന്ത് വേണം? ജോലി വേണം. അപ്പൊ അങ്ങനെ ആ മനുഷ്യൻ എന്താണ്, അവർക്ക് രണ്ടിടയിൽ ആ പുരുഷൻ എന്താണ്, ജോലിയെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള എന്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു ജോലി നിർബന്ധാണ്. മറ്റുള്ളവരുടെ അടുത്ത് പോയി പൈസ വാങ്ങുന്നത് മോശമല്ല, അഭിമാനബോധം സമ്മതിക്കൂല. അപ്പോ ഇവൻ ജോലി തേടുകയാണ്. എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അവളെ കല്യാണം കഴിക്കാൻ എന്നാണ് ആഗ്രഹം. അപ്പൊ ഈ ത്വര അവളോടുള്ള ആ സ്നേഹത്തിന്റെ ത്വര കാരണം ജോലി അന്വേഷിച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിൽ അവനത് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? എന്റെ ഭാര്യയെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള അവന്റെ ഉള്ളിലെ വികാരാണ്. അങ്ങനെ അവന് ജോലി നേടുന്നു, കുറെ ജോലി, അവര് ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോഴാണ് അവർക്ക് അള്ളാഹു ഇട്ട് കൊടുത്തൊരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു ഇഷ്ടം, അല്ലെ? അതൊക്കെ ഓരോ ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുന്നു. പിന്നെ ഈ പുരുഷൻ ജോലി, അപ്പൊ ഈ പുരുഷൻ ജോലിക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാവുക? ആ സമൂഹത്തിൽ നാഗരികത ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹം പുരോഗതി വേണമെങ്കിൽ അവിടെ ആളുകള്, ആ രാജ്യത്തെ പൗരന്മാര് ജോലി ചെയ്യണം. ജോലി ചെയ്യാതിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും നാഗരിക വളർച്ച ഉണ്ടാവില്ല. അപ്പൊ ഈ ജോലി ചെയ്യാനുള്ള ആയതെന്താണ്? അള്ളാഹു ഈ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഇടയിലിട്ട ആ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഇടയിലുള്ള ആ വികാരമാണ് ഇത്രയും വലിയൊരു നാഗരികത പോലും, ഒരു രാഷ്ട്രത്തിന്റെ പിന്നെ ഡെവലപ്മെന്റ് പോലും ഏതിനാശ്രയിച്ചാണ്? ആ കുടുംബത്തിലുള്ള ഭാര്യ ഭർത്തൃവിന്റെ ഇടയിലുള്ള ആ ഒരു വികാരത്തിൽ നിന്നാണ് അത് മുളച്ചു വരുന്നതെന്നാണ് അതിലിവിടെ പോയിന്റ് പറയുന്നത്. നിങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തം, ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കണം. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കൂ. അള്ളാഹ് ഓരോ സെറ്റപ്പ് ആക്കി വെച്ചത് ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ അള്ള ഉണ്ടാക്കിയത്, വെറുതെ അല്ല. പിന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രവും അവിടെ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള നല്ല നല്ല ഒരു ധാർമ്മികത, നല്ല ഒരു മൂല്യമുള്ള സമൂഹം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വികാരം ഉണ്ടാക്കി വിട്ടതുള്ളൂ. അല്ലെങ്കിൽ ഈവൻ സമൂഹ കുലം പോലും നിന്ന് പോകും. ഇപ്പൊ ഒരു പുരുഷന് ഒരു ഭാര്യയോട്, ഒരു പെണ്ണിനോട് ഒരു അട്രാക്ഷനും ഇല്ല നിങ്ങൾ വിചാരിക്കുക, ഈ ലോകത്ത് എങ്ങനെ കുട്ടികൾ ഉണ്ടാവും? അതൊരു വലിയ പണിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കുട്ടികൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും അള്ള വിചാരിക്കുന്ന പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്ന എന്താണ്,
അത് ഈ അള്ളാന്റെ ഈ ഒരു അട്രാക്ഷൻ കൊണ്ടും അള്ള ഉണ്ടാക്കിയ ഈ അട്രാക്ഷൻ കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചു പോകുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോ ഇതുപോലെ ഈ വസ്ത്രത്തിന്റെ ഒരു വേറെ ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു ധർമ്മം പോലെ തന്നെ ധാർമ്മിക വീക്ഷണത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പരസ്പരം ചെയ്യുന്ന അത് തന്നെയാണ്. ഭർത്താവിന് ഭാര്യയും ഭാര്യക്ക് ഭർത്താവും പൈശാചിക പ്രേരണകളെയും പ്രലോഭനങ്ങളെയും നേരിടാനുള്ള പരിചയം ആയുധമാകുന്നു. ഈ വസ്ത്രത്തിൽ നിന്ന് മുക്തരായാൽ സ്ത്രീയും പുരുഷനും പിശാചിനും മുന്നിൽ ഒരുപോലെ തോറ്റുപോകും. അപ്പൊ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എനിക്കൊരു എന്താ പറയാ ഫ്രീഡം അല്ലെ, എനിക്ക് ലിബറലിസത്തിലേക്ക് പോകുന്ന, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഇതിൽ നിന്നൊക്കെ എന്റെ ഈ ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുട്ടികളെ നോക്കല്, ഭർത്താവിനെ നോക്കല്, എനിക്കൊരു പണി, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരു ജീവിതമാണെന്നൊക്കെ വിചാരിച്ച് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തു പോയോ, അതോടുകൂടി നമ്മുടെ എന്താ പറയാ അധപതനം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഏതുപോലെ എന്ന് വെച്ചാല് നമ്മളൊരു ഒരു പട്ടം പറത്തെന്ന് ആലോചിച്ച് നോക്കും. ഒരു പട്ടം, ആ ഒരു കയറ്റില്ലേ, കയറ്റ് അതിങ്ങനെ നമ്മളെ അടിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അത് ഉയരങ്ങളിലേക്ക് പറക്കും. ആകാശം മുറ്റേ അത് പറന്ന് പറന്ന് നല്ല അടിപൊളിയായിട്ട് പറന്ന് കളിക്കും. അത് പുറമെ നിന്ന് ഒരാൾ കാണുമ്പോൾ വിചാരിക്കും എന്ത് സുന്ദരായിട്ട് അത് പറക്കുന്നേന്ന് വിചാരിക്കും. പക്ഷേ ഈ അടിയിൽ നിന്ന് ആ ഒരു പിടുത്തവും കൺട്രോളും ഉള്ളത് കൊണ്ടാണ് അത് അത്രയും ഉയരത്തില് ഭംഗിയായിട്ട് പറന്ന് വീഴാതെ അവിടെ നിൽക്കുന്നത്. ഇതുപോലെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തില് ആ ഭാര്യയും ഭർത്താവുള്ള ആ ഒരു കെട്ടുണ്ടല്ലോ, താഴെ നിന്നുള്ള ആ ഒരു നിയന്ത്രണം അങ്ങോട്ടാണ്. അതുകൊണ്ട് അത് ഉണ്ടായിരിക്കെ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. പക്ഷെ വൺസ് നമ്മൾ ആ പട്ടത്തിന്റെ ആ നൂലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ പട്ടത്തിന് എന്ത് സംഭവിക്കും? ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന പട്ടം മുഖം കുത്തി ഏതോ ഒരു കാട്ടിലെ ചളിയിലേക്ക് മുഖം കുത്തി പതിക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ. അത് പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയോ ഭർത്താവോ ആ കുടുംബം തന്നെ പൊട്ടിച്ചിതറി പലർതും ചളിയിൽ പട്ടം ചളിയിൽ വീണത് പോലെ എല്ലാവരും പിശാചിന്റെ ഇതിൽ പെട്ടുകൊണ്ട് ആ കുടുംബം തന്നെ ഛിദ്രമായി. എത്രയോ ആത്മഹത്യകൾ കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളെ ന്യൂസിൽ കണ്ടു, ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു അല്ലെ. നാട്ടിലെ ഒരു 3 പെൺകുട്ടികളുള്ള 4 പെൺകുട്ടികളുള്ള ഒരു ഉമ്മ, ഹസീന എന്ന് പേരുള്ള സുരേഷ്, അവൻ കഴുത്തറുത്ത് കൊന്നു. ഇതുപോലെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ ഇതാണ് അള്ളാഹു ഇതൊരു ദൃഷ്ടാന്താക്കി വെച്ചത് വെറുതെ അല്ല. കുടുംബത്തിന് ഇത്രയും പ്രാധാന്യം ഇസ്ലാമിൽ കൊടുത്തതും വെറുതെ അല്ല. അതിൽ നിന്ന് വരുന്ന മക്കൾക്ക് അത്തരത്തിലുള്ള ധാർമ്മികത ഉണ്ടാവണം, മൂല്യം ഉണ്ടാവണം. അത്തരത്തിലുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമേ നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. ഭാര്യ ഭർത്താവ് ബന്ധം ഉലച്ചിൽ തട്ടിയ കുടുംബത്തിൽ നല്ല മക്കൾ വളരില്ല. അവർ ദിവസവും കാണുന്നതും കേൾക്കുന്നതും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും പിടിയും അങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെടലും ആയതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു വൈകാരികമായിട്ടുള്ള പിന്നെ എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇമോഷണൽ കൺട്രോളോ അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണലി അവർ ഹെൽത്തി ആയി വളരില്ല. സ്വാഭാവികമാണ്. എത്ര ഭൗതികമായിട്ട് പണം ഉണ്ടായാലും അവരെത്ര നിങ്ങൾ ട്യൂഷനും കൊടുത്ത് പഠിപ്പിച്ചാലും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? വീട്ടിലുള്ള കുടുംബ സാഹചര്യം അവർക്ക് അനുകൂലം അല്ലെങ്കിൽ അവരിലുള്ള അള്ളാഹ് നൽകിയ ആ കഴിവുകൾ ഒരിക്കലും പുറത്തു വരാൻ അവർക്ക് ചാൻസ് കിട്ടില്ല, പുറത്ത് കൊണ്ടുവരാൻ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ നമ്മൾ നിർത്താം. നമ്മുടെ ഒരു സൂമിന്റെ ടൈം കഴിയാണ്. അപ്പൊ നമ്മൾക്ക് അള്ളാഹു നമ്മളുടെ ഇണകള് ഇത്രയും കാലം നമ്മൾ നല്ല രീതിയിലല്ല പെരുമാറി, ഇനിയുള്ളൊരു ജീവിതം ആ ഇണയുമായിട്ട് നല്ല രീതിയിലാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ നമ്മളിൽ നിന്ന് വന്നു പോയ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അറിവില്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അള്ള പൊറുക്കുന്നവൻ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ള മുഴുവൻ പുറത്തു തരാൻ കഴിവുള്ളവനാണ്. അള്ള പുറത്തു തരുകയും ചെയ്യും. അത്രയും കാരുണ്യവാനാണ്, ഗഫൂറുർ റഹീമാണ്. ആ റബ്ബ് എല്ലാം പുറത്തു വരും. പക്ഷെ ഇനി അറിവ് കിട്ടിയ ശേഷവും നമ്മൾക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ആ ഒരു സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനുള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ അള്ളാഹു ഊഷ്മളമാക്കുകയും നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ സന്താനങ്ങളാക്കി മാറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഈ കുടുംബത്തോട് ഒന്നിച്ച് നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.